അതീവ ദാരുണവും മൃഗീയവുമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒരു ചെറുപ്പക്കാരനെ, അതും CISF പോലുള്ള സർവീസിലുള്ള 2 ആളുകൾ ചേർന്ന് ഇത്തരത്തിൽ കൊല ചെയ്തു എന്ന് പറഞ്ഞാൽ തികച്ചും മൃഗീയവും നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കൊലപാതകവുമാണ്. ഇത് ഇവിടെ നാട്ടുകാരെല്ലാവരും ഇതിന് ദൃക്സാക്ഷികളാണ്. എത്രയോ ദൂരം, എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം ദൂരം ആ ചെറുപ്പക്കാരനെ ഇടിച്ച് വണ്ടിയുടെ ബോണറ്റിൽ ഇരുത്തി, ഒരുപക്ഷെ അവൻ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവസാന ശ്രമമായിരിക്കും ആ ബോണറ്റിൽ കടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പരിശ്രമിച്ചിട്ടുണ്ടാവുക. ഇവിടെ കൊണ്ടുവന്ന് നിലത്ത് വീണു എന്ന് മാത്രമല്ല, നിലത്ത് വീണതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് വണ്ടി കയറ്റുന്നു എന്ന് പറഞ്ഞാൽ കൊല ചെയ്യണമെന്ന തീരുമാനത്തോടു കൂടി തന്നെ മൃഗീയമായിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു, ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഇത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ CISF പോലുള്ള സർവീസിലുണ്ട് എന്നുള്ളത് സർവീസിന് തന്നെ നാണക്കേടാണ്, നമ്മുടെ സേനയ്ക്ക് തന്നെ നാണക്കേടാണ്. അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. പഴുതടച്ചിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഈ ആളുകളെ, കുറ്റക്കാരായിട്ടുള്ള ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയ്ക്ക് അപമാനമാണ്. അത്തരത്തിലുള്ള ആളുകളൊന്നും നമ്മുടെ സേനയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ആളുകൾക്കെതിരെ തക്കതായിട്ടുള്ള ശിക്ഷാ നടപടി ഉണ്ടാവണം.